നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാപ്രാണനായകം പത്മനാഭവിരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. നാരായണീയ സഹസ്രം 218 ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. 21 ദശകത്തിലെ 9-ാം ശ്ലോകം നമുക്ക് പാരായണം ചെയ്ത് ആരംഭിക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാഖ്യയോഗനുതിഭിः സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. നമസ്കാരം. നമ്മൾ ജംബൂദ്വീപിലെ 8 ദേശങ്ങളിലെ വർഷങ്ങളിലെ ആരാധനാ സമ്പ്രദായം, ഉപാസന സമ്പ്രദായമൊക്കെയാണ് കേട്ടുകൊണ്ടുവരുന്നത്. അതിലിപ്പോൾ കഴിഞ്ഞത് കിംപുരുഷം, അതായത് ഹിരണ്മയത്തിൻ്റെ തെക്ക് ഭാഗത്ത്, ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത്. ഇളാവൃതം ബേസ് ചെയ്താണ് പറയണത്. അതിന് കാരണം ഇളാവൃതം സുമേരു പർവ്വതത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ ദേശമാണ്. അപ്പോൾ ആ ഇളാവൃതത്തിനെ ബേസ് ചെയ്തിട്ടാണ് 4 ദിക്കിൽ പറഞ്ഞത്. പിന്നെ അവിടുന്ന് വടക്കോട്ട്, അവിടുന്ന് തെക്കോട്ട് എന്നുള്ള ആ രീതിയിലാണ് ചിത്രീകരണം. യാമ്യാം ദിശി എന്ന് ഇന്നലെ പറഞ്ഞു തെക്ക് ഭാഗത്ത്. അത് ഇളാവൃതത്തിൻ്റെ തെക്കല്ല, ഇളാവൃതത്തിൻ്റെ തെക്ക് ഹരിവർഷമാണെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഹരിവർഷത്തിൻ്റെയും തെക്ക് ആണ് ആ കിംപുരുഷ വർഷം. അപ്പോൾ ഓരോരോ വർഷങ്ങളെ ഇതാ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഭാരതത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകം. പക്ഷെ അത് കൃത്യമായിട്ട് വർഷം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഏരിയ ദിക്ക് പറഞ്ഞിട്ടില്ല. കിംപുരുഷ വർഷത്തിൻ്റെ ഏത് സൈഡാണെന്നോ മറ്റോ പറഞ്ഞിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ആരാധനാ സമ്പ്രദായങ്ങളും മറ്റും നിഷ്കർഷമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം, അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കർമ്മക്ഷേത്രം എന്ന ഒരു പേര് ഭാരതത്തിനുള്ളത്. ഭാരതേപ്യസ്മിൻ വർഷേ സരിച്ഛൈലാ സന്തി ശതശ സഹസ്രശ തേഷാം നിതംബപ്രഭവ നദാനദ്യശ്ച സന്ധ്യസംഖ്യാതാഹ എന്ന് ശ്രീശിവൻ പറയുന്നുണ്ട്. അവയുടെ വിസ്തൃതി കൊണ്ട് നദികളും പർവ്വതങ്ങളും നദങ്ങളും ഭാരതഭൂമിയെ പവിത്രീകരിക്കുന്നു. ഏതാസാമപോ ഭാരത്യഃ പ്രജാഃ നാമഭിരേവ പുനന്തീനാമാത്മനാചോപസ്പൃശന്തി. ഏതാസാമപ എന്ന് വെച്ചാൽ ഈ നദികളിലെ വെള്ളം ഭാരത്യപ്രജാഃ ഭാരതീയരായ ആളുകൾ അവർ ഏറ്റവും പവിത്രമായിട്ടാണ് കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കൂ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജലാശയങ്ങളെ വെറും വാട്ടർ റിസോഴ്സായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരു നദിയെക്കുറിച്ച് പറയുമ്പോൾ ഗംഗാമാ, യമുനാമാ എന്നല്ലാതെ പറയാറില്ല. നമ്മൾ നദിയെന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തിലോ പറയാറില്ല. ഗംഗാമയ്യ, ഇതാണ് ഹരിദ്വാറിലൊക്കെ പോയാൽ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം. കാശിയിലും അമ്മയാണ്. ഏതാസാമപോ ഭാരത്യപ്രജാഃ നാമഭിരേവ പുനന്തീനാമാത്മനാചോപസ്പൃശന്തി. പേരുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ആത്മനാച തന്നെത്താൻ അവിടെ സ്പരിശിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു ഭാരതത്തിലെ നദികൾ. ഈ ജംബുദ്വീപിൻ്റെ വർണ്ണന തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ആകാശഗംഗ വാമന ഭഗവാന്റെ തൃപ്പാദം കാരണഭിത്തിയിൽ പോയി തട്ടിയപ്പോൾ കാരണഭിത്തിയിൽ നിന്ന് പുറമേയുള്ള കാരണജലം അതിൻ്റെ വിള്ളൽ വഴി
അകത്തേക്ക് ഇറങ്ങി വന്നു എന്നും യുഗങ്ങളോല അനേക കോടി സഹസ്ര വിമാനാനേക സങ്കുലേന അവതരന്തി ഇന്ദുമണ്ഡലം ആവാര്യ ബ്രഹ്മസദനെ നിപതതി. ചന്ദ്രമണ്ഡലത്തിലൂടെ വന്ന് സത്യലോകത്തിൽ പതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായി. 4 മാറി. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര എന്ന 4 പേരിൽ 4 ദിക്കിലേക്ക് 4 ദിക്കിലുള്ള സമുദ്രങ്ങളിലേക്ക് ചെന്ന് ലയിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്, വിസ്തരിച്ച് പറയുന്നുണ്ട് അവിടെ. അപ്പം ഈ നദികളെ കേവലം റിസോഴ്സസ് ആയിട്ടല്ല കാണുന്നത് ഭാരതീയർ. എന്തായിട്ടാണ് കാണുന്നത്? ഭഗവത് തൃപ്പാദ തീർത്ഥമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അനാചാരങ്ങളും ഉണ്ടായതായിരുന്നു. അനുബന്ധിച്ച് ഗംഗയിലേക്ക് മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ മൃതശരീരങ്ങൾ വലിച്ചെറിയുന്ന സമ്പ്രദായം ഇപ്പം നിർത്തി. അതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നദികളെ മലിനമാക്കുക എന്നുള്ള സ്വഭാവം അതിൽ നിന്നുണ്ടായതാണ്. സംഗതി ബലി ചെയ്ത അല്ലെങ്കിൽ പൂക്കളൊക്കെ കൂടിയിട്ടാണ് പ്ലാസ്റ്റിക് കവറോടുകൂടി നദിയിലേക്ക് വലിച്ചെറിയണത്. നിങ്ങൾ പ്രയാഗ്രാജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മിഷണറി സംവിധാനം ഉപയോഗിച്ചിട്ട് ജനങ്ങൾ വലിച്ചെറിയുന്ന ഈ സാധനം അതാത് സമയത്ത് എടുത്ത് ശുദ്ധീകരിച്ച് തിരിച്ച് വെള്ളമാക്കി ഗംഗയിലേക്ക്, അല്ലെങ്കിൽ ത്രിവേണി സംഗമാണല്ലോ, ഏത് നദിയാണോ, സരസ്വതിയാണോ യമുനയാണോ, അതിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. UP ഗവൺമെൻറ്, ഉത്തർപ്രദേശ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് കോൺട്രാക്ട് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണത്. കാരണം നമ്മളുടെ വിശ്വാസം പ്രകാരം ഇത് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നവും. വലിച്ചെറിയുക ചെയ്യുക. പുഴയിലേക്ക് ഈ പൂജ ചെയ്ത വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ എത്ര കണ്ട് പുഴ മലിനമാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ലേ? ഇവിടെ ഈശ്വരഭാവം ഉണ്ടെങ്കിലും ഇതൊരു വാട്ടർ റിസോഴ്സ് കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നു. 300 ചില്ലാനം ഗ്രാമങ്ങൾ ഗംഗാതീരത്ത് മാത്രമുണ്ട് ഇന്ത്യയിൽ. 300 ചില്ലാനം ഗ്രാമങ്ങൾ. അപ്പോൾ അത്രയും ഗ്രാമങ്ങളിലെ മാലിന്യമൊക്കെ ഗംഗയിലേക്ക് വന്നിരുന്നു. ഇപ്പം നിന്നു കുറേയൊക്കെ. കാരണം ഗംഗയെ അമ്മയായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോകാൻ അതിനുള്ള സൗകര്യങ്ങൾ ഭരിക്കുന്നവർ ചെയ്തപ്പോൾ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വന്നു. ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് പ്ലാസ്റ്റിക്കും മറ്റും വലിച്ചെറിയുന്നു. ഏത് നദിയായാലും അമ്മഭാവമൊന്നുമില്ല. അല്ല, ഒരു തരത്തിൽ അമ്മഭാവമാണെന്ന് പറയാം. അമ്മോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയില്ല. എങ്കിലും മാതൃഭാവം എന്നുള്ളതാണ് ഗംഗാമയ്യ എന്നുള്ളതിൻ്റെ. അതാണ് നാമഭിരേവ പുനന്തീനാം എന്ന് പറയാൻ കാരണം. ഇവരുടെ പേരുകൾ തന്നെ ശുദ്ധീകരിക്കും മനുഷ്യൻ്റെ മനസ്സിനെ, അല്ലെങ്കിൽ പാപത്തെ. അത്ര പുണ്യവതികളായിട്ടുള്ള നദികൾ കൃതമാല, താമ്രപർണി, അവടോദ, കൃതമാല, വൈഹായസി, പയസ്വിനി, കാവേരി, വേണ്യ, ഭീമനഥി, ശർക്കരാവർത്ത, തുംഗഭദ്ര, കൃഷ്ണ, വേണ്യ അങ്ങോട്ട് പറയുന്നുണ്ട്. ശ്രീശുഖൻ അങ്ങനെ ഒഴുക്കില പറയണത് നദികളുടെ പേര്. 2 നദികളുണ്ട്, ആൺ നദികൾ. അത് അന്ധൻ ശോണൻ, അന്ധശോണശ്ച നദൗ. കാശിയിൽ നിന്ന് ഗയയിലേക്ക് പോകുമ്പോൾ, ബീഹാറിലെത്തുമ്പോൾ 2 കൂറ്റൻ പാലങ്ങളുണ്ട് ഹൈവേയിൽ. ആ പാലങ്ങൾ ഈ 2ഉം അന്ധനും ശോണനുമാണ്. പണ്ട് ഗംഗയെ ഒരു രാജാവ് ആഗ്രഹിച്ചു, വേറെ രാജാവിൻ്റെ ഒപ്പം ജീവിച്ചു. അപ്പം ഗംഗ ശപിച്ചത് പ്രകാരം 2 പേരും അന്ധനും ശോണനുമായിട്ട് തീർന്നതൊക്കെയാണ് അവിടുത്തെ കഥ. ആണുങ്ങൾ. അപ്പം നദികൾ സ്വതവേ സ്ത്രീകളാണെങ്കിൽ ഇത് ആൺ നദികളാണ്. നദങ്ങൾ എന്നാണ് പറയുക. ബീഹാറിൽ ഗയയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു 50 കിലോമീറ്റർ മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഇവരെ കാണാം. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ തീരെ ക്ഷയിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ആ രാജകുമാരന്മാരെ ഗംഗാദേവി ശപിച്ചതാണോ, ഗംഗയുടെ പേരിൽ വേറൊരു രാജകുമാരി ഇവരെ ശപിച്ചതാണോ എന്നൊരു കഥ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നദങ്ങൾ എന്നുള്ളത് ആ 2 പ്രധാനമായിട്ട് ഭാരതത്തിൽ പറയാറുള്ളത്. ഈ സങ്കല്പം എവിടെയുള്ളത്? നദി എന്ന ദേവീ സങ്കല്പം തന്നെ ഇല്ല പുറത്ത് എവിടെ പോയാലും. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആൺനദികൾ അങ്ങനെയുണ്ടോ? അപ്പം നദ്യശ്ച സന്ധ്യ അസംഖ്യാതാഹ. ഇനി ശൈലങ്ങളുണ്ട്. അതിനെക്കുറിച്ചും 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ശ്രീശിവൻ.
അപ്പം ഈ പർവ്വതങ്ങൾക്കും നദികൾക്കൊക്കെ ഇത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ കുടജാദ്രി, വെങ്കടാചലം, നോക്കൂ, പഴനിമല, ഹിമാലയം, ഹിമാന്റെ അവിടെ എന്തൊക്കെയാണ് നമുക്ക് കണക്കാക്കാൻ തന്നെ സാധിക്കില്ല. അത്രയധികം പുണ്യമായിട്ടാണ് ഹിമവാനെ കണക്കാക്കുന്നത്. വേറെ ഏതാണെങ്കിൽ ഇപ്പം ആൽപ്സ് ഉണ്ട്, ഹിമവാനേക്കാൾ വലിപ്പം കൊണ്ട് നീളം കൊണ്ടും ഒക്കെ ഗംഭീരമാണ്, ഉയരം കൊണ്ടും. പക്ഷെ അവിടെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യണത് എങ്ങനെയാണ്? അതിനെയൊക്കെ പരിരക്ഷിച്ച് പോരുന്നുണ്ട്. അവിടെ ഒരു ഈശ്വരഭാവമൊന്നുമില്ല അതിന്. നമ്മളിതിനെ കാണുന്നത് ചരങ്ങളായാലും അചരങ്ങളായാലും ഈശ്വര നിയോഗത്തിന് വിധേയരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭാരതീയർ. അപ്പൊ പ്രജാഭാരത്യപ്രജാഹ, ഭാരതീയരായിട്ടുള്ള ആളുകൾ ഇത്തരം നദികളെയോ പർവ്വതങ്ങളെയോ കാണുന്നത് ഈശ്വരന്റെ വരദാനമായിട്ടാണ്. എത്രയോ നദികൾ, നൂറുകണക്കിനും 150 കണക്കിനും നദികൾ ഭാരതത്തിലുണ്ട്. അതിന് ഒരു കണക്ക് വെച്ച് പറയില്ല, അതിൻ്റെ ഒരു പറയുമ്പോൾ ഒരു ഭാഷ പറയുന്നുള്ളൂ, അതിനു വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും പർവ്വതങ്ങളുമുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ആർക്കാണ്? ജനങ്ങൾക്കാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മൾ ഭക്തി കൂടി നമ്മളുടേതായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ കളയണത് നദികളിലേക്ക് എന്നുള്ള മട്ടായിട്ട് മാറി. ഡൽഹിയിലൊക്കെ യവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ദേഷ്യം വരും, സങ്കടം വരും. ഒരു ദയയുമില്ലാതെ ഫാക്ടറികളിൽ നിന്നും മറ്റും മലിനജലങ്ങൾ പോണത് നദികളിലേക്കാണ്. ഭരിക്കുന്നവരുടെ കുഴപ്പങ്ങളാണിതെല്ലാം. അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കി തീർക്കണില്ല. അപ്പം നദികളിലൊക്കെ എല്ലാ നദികളുടെയും പേര് പറഞ്ഞു, മനഃപൂർവ്വം ഒരു നദിയുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. ആ ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പേര് പറയാത്ത നദിയാണ് ഗംഗ. ഇപ്പം ഈ ഗംഗ എന്താ പേര് പറയാത്തത്? ഈ നദികളുടെ പുണ്യം ഗംഗയ്ക്ക് ഇല്ലേ എന്നാണെങ്കിൽ ഗംഗയുടെ അങ്ങനെ ഒരു പേര് പറഞ്ഞ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാധാന്യം കുറയ്ക്കാനോ ശിവൻ ഉദ്ദേശിക്കില്ല. അങ്ങനെയാണ്. മറ്റു നദികൾക്കൊന്നും ഗംഗയോളം പ്രാധാന്യമില്ല. ഈ നദികളുടെ കൂട്ടത്തിൽ ഗംഗയെ പറയാൻ പറ്റില്ല. ഗംഗാദേവിയാണ്, മഹാദേവന്റെ 2ാം പത്നിയാണ്. സ്വീകരിച്ചു മഹാദേവൻ ഭാര്യയായിട്ട്. അപ്പൊ ഈശ്വര ചൈതന്യ സ്വരൂപവും സ്വഭാവമുള്ള നവസ്കന്ധത്തിലൊക്കെ കഥയുണ്ട്. ഭഗീരഥന്റെ പ്രയത്നം പറയുമ്പോൾ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണ്, ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. തൻ്റെ പൂർവികന്മാരായിട്ടുള്ള സകരന്മാർക്ക് സദ്ഗതി കിട്ടാൻ വേണ്ടി ഗംഗാദേവി അവരുടെ ചിതാഭസ്മത്തിൽ, കപില മഹർഷിയുടെ നേത്രാഗ്നിയിൽ ഭസ്മമായതാണ് അവര്. അപ്പൊ അവരുടെ മീതയിലൂടെ ഗംഗ ഒഴുകിയാൽ മാത്രമേ ഇവർക്ക് സദ്ഗതി കിട്ടുള്ളൂ എന്ന് കപില മഹർഷി പറഞ്ഞു. 3-4 തലമുറ ഒരു യാഗം മുഴുമിപ്പിക്കാതെ കടന്നുപോയി. ഭഗീരഥൻ വന്ന് ഭഗീരഥ പ്രയത്നത്താൽ ഗംഗയെ തപസ് ചെയ്തും മറ്റും മഹാദേവന്റെ ജടാമുടിയിലൂടെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഭഗീരഥനാണെന്ന് മഹാഭാരതത്തിൽ ഉണ്ട്, ഭാഗവതത്തിൽ നവസ്കന്ധത്തിൽ അത് പറയും. അപ്പൊ അങ്ങനെ എത്തിയ ദേവതയാണ് ഗംഗ. ഇനിയിപ്പോൾ 4 പ്രധാന നദികളെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിലും ഗംഗയുടെ പേര് പറഞ്ഞില്ല. സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര എന്ന 4 പേരെ ഞാൻ പറയുന്നുണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഭാഗവതത്തിൽ അതേ പറയുന്നുള്ളൂ. ഗംഗയെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ എന്താ ഈ ഗംഗയുടെ പുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ ഈശ്വരിയാണ്, അത് തന്നെയാ പുണ്യം. ഗംഗ നമുക്ക് ഹിമാലയം ദർശിച്ചിട്ടുള്ളവർക്കറിയാം, മന്ദാകിനിയോ ഭാഗീരഥിയോ നന്ദയോ ഒക്കെ കൂടി ചേർന്ന് അവസാനം ഋഷികേശിൽ വന്ന് ഹരിദ്വാറിലെത്തുമ്പോഴേക്കുമാണ് ഇത് ഗംഗ എന്ന പേര്. അതാണ് ഹരിദ്വാറിന് ഗംഗാദ്വാർ എന്നുള്ള പേര്. അപ്പൊ അത്ര പുണ്യവതികളായിട്ട് നദികളെയും പുണ്യവാന്മാരായിട്ട് പർവ്വതങ്ങളെയും കണക്കാക്കുന്ന ഈ ദേശത്തിന് മഹിമ പറയുമ്പോൾ ഏതദേവഹി ദേവാഗായന്തി എന്ന് ശ്രീശിവൻ അവിടെ പറയുന്നുണ്ട്. പരീക്ഷിത്തെ ഇത് തന്നെയാണ് ദേവന്മാരും പാടണത് എന്നാണ്. കാരണം ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും പ്രസന്ന ഏഷാം സ്വിദുത സ്വയം ഹരി, ഭഗവാന് സ്വയം ഇവിടെ അവതരിക്കുമ്പോൾ പ്രസന്നത ഉണ്ടായിട്ടുള്ളത് ഈ ഭൂമിയിൽ അവതരിക്കുമ്പോഴാണ്. ശ്രീരാമചന്ദ്രനായിട്ടായാലും
ബലരാമസ്വാമികളുടെ രൂപത്തിലായാലും പരശുരാമസ്വാമികളുടെ രൂപത്തിലായാലും ജഗദീശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന ശ്രീകൃഷ്ണഭാവത്തിലായാലും പ്രഹ്ലാദിനെ രക്ഷിക്കാനുള്ള നരസിംഹഭാവത്തിലായാലും എല്ലാം ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഈ ഭൂമികയിൽ അവതരിക്കാനാണ്. അതുകൊണ്ട് ദേവന്മാർ പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ സുഖം ലോകത്തിൽ വേറെ എവിടെയുമില്ല, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരാനായിട്ട് ആഗ്രഹിക്കല്ലേ, വിഡ്ഢിത്തം കാണിക്കല്ലേ എന്നാണ് ദേവന്മാർ വാൺ ചെയ്യണത്. ഭാരതത്തിലില്ലാത്തൊന്നും ഇവിടെ ഇല്ല, എന്നാൽ ഭാരതത്തിലുള്ളത് ഇവിടെ ഇല്ല ഇനി. അതുകൊണ്ട് ഭാരതീയരായിട്ടുള്ള നിങ്ങൾ ആരും തപസ് ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ യാഗം ചെയ്തിട്ട് ചുമ്മാ സ്വർഗത്തിൽ പോകണമെന്നൊന്നും പറയരുത്. ഈ സൗകര്യം, കാരണം ഇവിടെ വൈകുണ്ഠ കഥാസുധാപക, ഹരികഥകൾ, ഹരികഥാമൃതം ഒഴുകുന്ന നദികളെ പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സദാസമയവും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഈ ഭാരതത്തിൽ. അങ്ങ് വ്യാസഭഗവാൻ മുതൽക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സദാശിവ സമാരംഭാം വ്യാസശങ്കര മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്നൊരു ശ്ലോകമുണ്ട്. ഇങ്ങോളമുള്ള തീരാത്ത മഹജ്ജനങ്ങളുടെ ആചാര്യന്മാരുടെ പരമ്പരകളുടെ ശ്രേണി ഇത് വേറൊരു ദിക്കിലില്ല. പിന്നെ ഈശ്വരനെ വിഗ്രഹരൂപത്തിൽ ആവാഹിച്ചിരുത്തി ഉത്സവവും യാഗങ്ങളും നടത്തുന്ന മറ്റൊരു ഭൂമിയുമില്ല. അപ്പം എങ്ങനെ നോക്കിയാലും ഭാരതത്തിൻ്റെ ശ്രൈഷ്ഠ്യം ലോകത്തിൽ മറ്റൊരു ദിക്കിലും സാംസ്കാരികമായിട്ടും ഇനി ഭൂമിശാസ്ത്രപരമായിട്ടും നമുക്ക് 4 ദിക്കുകളിൽ ഒരു ദിക്കിൽ പർവ്വതം, പിന്നെ 3 ദിക്കുകളിൽ കടലുകൾ. ഇതല്ലേ ഭാരതത്തിൻ്റെ മഹിമ അതിനായിട്ട് വച്ചിരിക്കുന്നത്. വേറെ ഏത് രാജ്യം ഉണ്ടാവും ഇങ്ങനെ? അതുകൊണ്ടാണ് ഇതിനെ ഉപഭൂഖണ്ഡം എന്ന് പോലും വിളിക്കപ്പെടുന്നത്. സബ് കോണ്ടിനെന്റ് എന്ന് സായിപ്പ് വിളിച്ചത് ഇതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ സിറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഏരിയ, ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ എങ്ങനത്തെ ഏരിയയാണ്? ഒരു സൈഡിൽ പർവ്വതം, ഗംഭീര പർവ്വതം, അതങ്ങോട്ട് 7000 മറ്റോ കിലോമീറ്ററോളം നീണ്ടു നടന്നു. മറ്റുള്ള 2 സൈഡുകളിലും 3ാമത്തെ സൈഡിലുമായിട്ട് 3 സമുദ്രങ്ങൾ വന്നു ചേരുന്ന സ്ഥലവും. ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറും കൾച്ചറൽ സ്ട്രക്ചറും വേറൊരു ദിക്കിലില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഭാസ്യൽ രതിയുള്ളവരായിട്ട് ജീവിക്കാൻ ദേവന്മാർ പോലും ഭാരതീയരെ ഉപദേശിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾ നോക്കി, ഇപ്പോഴും അതെ, ഇപ്പം 2021 ഇത്രയും മൊറാലിറ്റി, ജീവിതത്തിൽ ഇത്ര സിൻസിയറിറ്റി കാണിക്കുന്ന വേറൊരു ജനവിഭാഗം എവിടെയാണുള്ളത്? മറ്റുള്ളവനെ തട്ടിച്ചും വെട്ടിച്ചും മാത്രം ജീവിച്ചാൽ മതി എന്ന് കരുതുന്ന ഭൂരിഭാഗം ആൾക്കാരാണ് വെസ്റ്റേൺ സൈഡിലുള്ളതെങ്കിൽ, ഇവിടെ ഇന്നും നമ്മൾ ചിന്തിക്കുന്നു ഒരാളെയും വിഷമിപ്പിക്കല്ലേ, മറ്റുള്ളവരെ വെട്ടിച്ച് ജീവിക്കുന്നവരൊക്കെ ക്രിമിനൽസ് ആണ് എന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഭാരതത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. യെസ്, ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, അമേരിക്കയിലൊക്കെ നല്ല ജീവിതശൈലി എവിടെയും കുഴപ്പമില്ല, പക്ഷേ ചിന്താഗതിയാണ് പറഞ്ഞത്. ഒരു സമൂഹത്തിൻ്റെ ജീവിതശൈലി എവിടെയെങ്കിലും മൊറാലിറ്റി ഒക്കെ നോക്കുന്നതായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് നിസ്വാർത്ഥത ഇന്നും കെട്ടുപോവാത്ത ഒരു തലമുറ അതുണ്ട് ഭാരതത്തിൽ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, കൈങ്കര്യങ്ങൾ ചെയ്യുക എന്ന ചിന്താഗതി ഇന്നുമുണ്ട് ഭാരതത്തിൽ. അല്ലെങ്കിൽ ഭാരതത്തിൽ അത് ഭൂരിഭാഗമുണ്ട്. ശതമാനം നോക്കുമ്പോൾ ഭാരതം ഒരുപാട് മുമ്പിലായിരിക്കും മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അതിന് കാരണം ഈ പറഞ്ഞ പാരമ്പര്യമാണ്. നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന, സാംസ്കാരികമായ പാരമ്പര്യം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് മറ്റൊന്ന് തരത്തിൽ ചിന്തിക്കാൻ സാധിക്കാതെ വരികയാണ്. അപ്പോൾ ഭാരത മാഹാത്മ്യം ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട്. ഈ ഭാരത മാഹാത്മ്യം അറിയാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ ലോകത്തിൽ, ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് ഭാരതീയരാ.
ഇവിടെ കൊളോണിയൽ സംസ്കാരത്തിന് അടിമപ്പെട്ട് അതിനുശേഷമുണ്ടായിട്ടുള്ള ജീവിതത്തിൽ അനവധി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സ്ഥിരം ഒരു വിഭാഗം, ഡിപ്രൈവ്ഡ് എന്ന് വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ചത്. ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സൈഡ് എപ്പോഴും അവരെ ഇംപോവറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലാസ്, ഭരണാധികാരികൾ എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കില്ല, പൊളിറ്റിക്കൽ ക്ലാസ്. 2014 ശേഷം ആണ് മുതുമുത്തശ്ശന്മാർക്ക് ശേഷം ഒരു കുടുംബത്തിലൊരു ശൗചാലയം കാണുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് ഭാരതത്തിൽ പലതിലും. നമുക്ക് എത്ര നാണക്കേടുണ്ടാകുന്ന വിഷയമാണെന്ന് ആലോചിച്ചു. ഇത്ര വലിയ സാംസ്കാരിക തനിമ പറയുന്ന നമ്മൾ അത്തരത്തിലൊക്കെ ഇവിടെ സംഭവിക്കാൻ കാരണം ഇവിടുത്തെ ഈ കൊളോണിയൽ ജീവിതശൈലിയോടുള്ള അതിഭ്രമം. ആ ഭ്രമം കാരണം നമ്മുടെ സംസ്കാരത്തെ കുറെ ചവിട്ടി താഴ്ത്തി നോക്കി, എന്നിട്ടും അതിൻ്റെ ഏറ്റവും തീജ്വാലയോടുകൂടി നിൽക്കുകയാണ് 2021. ജ്വാല കെട്ടില്ല എന്നല്ല, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഇതിൻ്റെ ആളാലോചിച്ചു. ഇവിടെ നടക്കുന്ന സത്സംഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഉത്സവങ്ങളുടെയും തനിമ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വൈവിധ്യത മാത്രമല്ല, അതിൻ്റെ ആഴം ആലോചിച്ച് നോക്കും. അതിൻ്റെ പവർ കൊണ്ടല്ലേ ഇന്നും ഇതിങ്ങനെ നിലനിൽക്കാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം. അതെ, എന്ന് കണ്ടെത്തും. അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും കുറച്ചൊരു കുറവ് അങ്ങനെയില്ല. അതാണ് ദേവന്മാർ പാടിയതായിട്ട് ശശികൻ പറഞ്ഞത്. രാഷ്ട്രീയം നോക്കിയാൽ, ബൗദ്ധിക ചിന്ത നോക്കിയാൽ, ശാസ്ത്രം നോക്കിയാൽ, വൈദികമായിട്ടുള്ള നോക്കിയാൽ, ആധ്യാത്മികമായിട്ട് നോക്കിയാൽ, ഭൗതികമായിട്ട് നോക്കിയാൽ, എവിടെയാണ് നമ്മൾ പിന്നിൽ നിൽക്കുന്നത്? എന്താ അതിന് കാരണം? അതിന് കാരണമാണ് പ്രസന്ന ഏഷാം സ്വിദുത സ്വയം ഹരി. ഈ രാജ്യത്തിനോട് ജനങ്ങളോടുള്ള പ്രത്യേക സന്തോഷം കാരണം ഭഗവാൻ സ്വയം രൂപമെടുത്ത് വന്ന അവതാരങ്ങളെല്ലാം ഈ ഭാരത പുണ്യഭൂമിയിൽ തന്നെ. പിന്നെ എങ്ങനെ ഇതിൻ്റെ മഹാത്മ്യം ഒരാൾക്ക്, മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മറക്കാൻ സാധിക്കും? അത്രയധികം ആധ്യാത്മികതയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സംസ്കാരമോ മറ്റൊരു സാമൂഹ്യ ആചാരങ്ങളോ ലോകത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെ ഒരു കഥകളി എടുത്തു നോക്കിക്കോളൂ, ഒരു തെയ്യം എടുത്തു നോക്കിക്കോളൂ, മറ്റ് നാടുകളിലെ പല പല ഗർഭ ഡാൻസ് പോലെ എടുത്തു നോക്കിക്കോളൂ. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഗുജറാത്തികളുടെ. ഇതൊക്കെ എന്തിനോട് റിലേറ്റഡ് ആണെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ ഭാരതത്തിന് സാധിക്കില്ല. അത്ര ആഴത്തിൽ ഭഗവാന്റെ സ്വാധീനം, ഈശ്വര ചൈതന്യത്തിൻ്റെ സ്വാധീനം പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഭാരതം. അതാണ് ഇവിടെ ഗണിതശാസ്ത്രജ്ഞരും ഭൗതിക ശാസ്ത്രം, അബ്ദുൽ കലാമിന് ആ തലമുറയ്ക്ക് മുമ്പായിട്ട് വിക്രം സാരാഭായിയെ പോലുള്ള ആൾക്കാർ, ഈ തലമുറയിൽ ഉള്ള പ്രതിഭാധനന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ. നോക്കൂ, കൊറോണയ്ക്ക് ഒരു പ്രതിരോധം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൻസേഷണലായിട്ട് പെട്ടെന്ന് വികസിപ്പിച്ചെടുത്ത മറ്റൊരു രാജ്യമില്ല. അപ്പോൾ ശാസ്ത്രീയ പുരോഗതിയിൽ നമ്മളെത്താൻ മുമ്പില്ല. അപ്പോൾ ഇതെല്ലാം ഭാരതീയതയുടെ പ്രതീകമാണ്. ഈ കാണുന്നതൊക്കെ സയൻസ് ആയാലും രാഷ്ട്രീയമായാലും സാമൂഹ്യമായാലും ഉള്ള നമ്മളുടെ ഈ പ്രതിഭാധനത്വം ഭഗവാൻ അനുഗ്രഹമാണ്. ഈശ്വര ചൈതന്യം ഏറ്റവും ഇഷ്ടപ്പെട്ട് അവതരിച്ച ഒരു ഭൂമികയാണ് ഭാരതം. അതാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ശ്രീനാരദനാണ് ഇവിടുത്തെ ഉപാസന ചെയ്യുന്നത്. ആലോചിച്ചു, ആരാ ശ്രീനാരദൻ? ബ്രഹ്മപുത്രൻ. ബ്രഹ്മപുത്രൻ എന്ന് മാത്രമല്ല, ഒരേ ഒരു ദേവഋഷി, ദേവനും ഋഷിയും ചേർന്ന ആൾ, ഒരേ ഒരു ദേവഋഷി. ആ ശ്രീനാരദ ഭഗവാൻ എന്ന് തന്നെ പറയാം. നമുക്ക് മഹർഷി എന്നാണ് ശീലം, എങ്കിലും ശ്രീനാരദ ഭഗവാൻ സ്വയം ഇന്ന് തപസ് ചെയ്യുന്നത് ബദരികാനാഥിലാണ്, ബദരികാശ്രമത്തിലാണ്.
അതാരെ? നരനാരായണന്മാർ. സഹസ്രകവചനെ നിഗ്രഹിക്കാൻ അവതരിച്ച, അത് മുമ്പ് ഭട്ടതിരിപ്പാട് വിസ്തരിച്ച് പറഞ്ഞല്ലോ, നരനാരായണന്മാരുടെ രൂപത്തിലുള്ള ബദരികാശ്രമത്തിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നത്. അത് ഉപാസകൻ ശ്രീനാരദനാണ്. ശ്രീനാരദൻ ദേവഋഷിയാണ്. ഇതേവരെ നമ്മൾ കണ്ടതൊക്കെ ഇളാവൃതം ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും സാധാരണ ഭക്തന്മാരോ മറ്റോ ആണ് ഉപാസിക്കണതെങ്കിൽ ഇവിടെ സാക്ഷാൽ ദേവഋഷി നാരദനാണ്. നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരം ദദാതി ഇതി നാരദ, അറിവ് കൊടുക്കുന്നവനാണ് ഉപാസിക്കുന്നത്. ഉപാസിക്കുന്നത് ആര്യ? അറിവിനെയാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക ജ്ഞാനത്തിന് ഇത്രയധികം സാധ്യത ഈ ഭൂമിയിൽ ഉണ്ടായത്. ഈ ഭൂമിയിൽ പോലെ വേര് ഉറയ്ക്കുന്ന മറ്റൊരു സ്ഥലമില്ല ആധ്യാത്മികതയിൽ. സംഗതിയൊക്കെ യോഗ എന്നൊക്കെ പറയുന്നത് 190 രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ഗംഭീരമായി, ഗഹനമായി, ശാസ്ത്രീയമായി ഇതിനെ കൊണ്ടു നടക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു രാജ്യമുണ്ടോ? കാരണം ഇവിടെയാണ് ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ലോകഗുരുവാണ് ഭാരതം എന്ന് പറയാൻ കാരണം. ഏത് തരത്തിൽ നോക്കിയാലും നൂതന സാങ്കേതിക വിദ്യകളായാലും പഴയ സാങ്കേതിക വിദ്യകളായാലും എല്ലാം കാന്തളൂര്, തക്ഷശില, നളന്ദ തുടങ്ങിയ പോലെയുള്ള സർവകലാശാലകൾ എവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ. അവിടെ പഠിപ്പിക്കാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളും കൂടി അന്ന് പഠിപ്പിച്ചിരുന്നു. ജ്യോതിഷം പോലെയുള്ള വിഷയങ്ങൾ. ഇന്ന് എവിടെയാണ് സിലബസിൽ ജ്യോതിഷമുള്ളത്? പറഞ്ഞാൽ അപ്പോൾ വർഗീയതയല്ലേ? ഇപ്പം ഈ ഭാരതത്തിൻ്റെ മഹാത്മ്യം ഭട്ടതിരിപ്പാട് ശരിക്കും വരച്ച് കാണിച്ചിട്ടുണ്ട്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ മുഖ്യൈ. ഭാരതഖണ്ഡത്തിൻ്റെ മുഖ്യന്മാരുടെ കൂടെ ആരാളുള്ളത്? ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ ലീഡറായിട്ട് ഇരുത്തിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീനാരദനെയാണ്. അപ്പോൾ തന്നെ ഭാരതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലെന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ മുഖ്യൈ. ഭാരതഖണ്ഡ മുഖ്യന്മാരെന്ന് വെച്ചാൽ, മുഖ്യന്മാരെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിനർത്ഥം രാജാക്കന്മാരെന്നാണ്. ഇപ്പം ഈ ഭാരതഖണ്ഡത്തിലെ പല ദിക്കിലുള്ള രാജാക്കന്മാർ അവരൊക്കെ ഭക്തന്മാരായിരുന്നു. ഭക്തിക്ക് പ്രാധാന്യത്തോടെയാണ് ഇവരെല്ലാവരും രാജ്യം ഭരിച്ചിരിക്കുന്നത് പണ്ട് കാലത്ത്. ആ ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ കൂടെ ഇരുന്ന് പ്രമുഖ ഭക്തന്മാർ എന്ന അർത്ഥത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ഭാരതഖണ്ഡ മുഖ്യ എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ത്വാം സാഖ്യയോഗനുതിഭി സമുപാസ്യമാന. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം ഭട്ടതിരിപ്പാടിൻ്റെ ആ പ്രയോഗം. കാരണം സാഖ്യയോഗമാണ്. സാഖ്യയോഗം നാരദ മഹർഷി ഒരു ദിക്കിലും പറയണ കേട്ടില്ല. കാരണം അദ്ദേഹം ഭക്തിയുടെ ആളാണ്. പക്ഷെ ഇവിടെ ജ്ഞാനവൈരാഗ്യമൂർത്തികളായിട്ടുള്ള നരനാരായണന്മാരെ ആശ്രയിക്കുന്നത് സാഖ്യയോഗ സ്തുതികളാലാണ്. സാഖ്യയോഗനുതിഭി. നാരദ മഹർഷിയെ പോലെ ഒരു ഭക്തൻ ജ്ഞാനമാർഗത്തിലൂടെ ഇവിടെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ജ്ഞാനമാർഗം ആധ്യാത്മികമായി ഭാരതത്തിൽ ചൈതന്യവത്തായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സാഖ്യയോഗനുതിഭി എന്ന് സാഖ്യയോഗാഭ്യാം ഭഗവത് പ്രോക്താഭ്യാം എന്നവിടെ പറയുന്നുണ്ട്. സാക്ഷാൽ കപില മഹർഷി ഉപദേശിച്ച സാഖ്യയോഗം അത് ഇവിടെ നാരദ മഹർഷി സ്തോത്ര രൂപത്തിൽ സാഖ്യയോഗത്തിൻ്റെ സ്തോത്രങ്ങൾ. കാരണം പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചവൻ, പഞ്ചതന്മാത്രകളെ സൃഷ്ടിച്ചവൻ. ഇത് വാസ്തവത്തിൽ സാഖ്യയോഗനുതിഭി എന്നുള്ളത് വേണമെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ വേദങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നു എന്ന ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വേദങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നു. ഇവിടെ ആചാര്യന്മാർ ഇത് രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാതാക്കൾ, സാഖ്യത്തെയും യോഗത്തെയും. സാഖ്യാദികളെ പ്രകാശിപ്പിക്കുന്നതും യോഗശാസ്ത്രാദികളെ പ്രകാശിപ്പിക്കുന്നതുമായിട്ടുള്ള സ്തുതികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ സാഖ്യയോഗം ഒരുമിച്ച് വായിച്ചാൽ തന്നെ വൈദികമായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് തന്നെ കണക്കാക്കാം. വേദങ്ങളാൽ സ്തുതിക്കുന്നു എന്ന്. കാരണം വേദങ്ങൾ സാഖ്യങ്ങളുടെയും യോഗങ്ങളുടെയും അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്ര ഗ്രന്ഥങ്ങളാണല്ലോ വേദങ്ങൾ. സാഖ്യയോഗം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഈശ്വരന്മാരെയും അല്ലെങ്കിൽ ഈശ്വരഭാവത്തെയും പഞ്ചതന്മാത്രകളുടെ ഈശ്വര ഒക്കെ വേദങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നു എന്ന് വേണമെങ്കിൽ സാഖ്യയോഗനുതിഭി സമുപാസ്യമാന.
വേണ്ട വിധത്തിൽ ഉപാസിക്കുന്നവനാകുന്നു ഈ നാരദ മഹർഷി. ആകൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി. ഈ പ്രളയം കഴിയുന്നത് വരെ, മഹാപ്രളയം വരുന്നത് വരെ സുഹൃതികളായ സാധുജനാഭിരക്ഷി, സത്സംഗം, സത്തുക്കളെ, ഭക്തന്മാരെ രക്ഷിക്കുന്നവനായി, അഭിരക്ഷി, നേരത്തെ പറഞ്ഞ അഭി, സാധുജനാഭിരക്ഷി. ആകൽപ്പകാലം, ഈ കൽപ്പാന്തം വരെ എന്നർത്ഥം. ആകൽപ്പകാലം എന്നുള്ളത് കൽപ്പാന്തകാലം വരെ എന്നാണ്. ആ കൽപ്പം എന്നുള്ള പ്രത്യേക പ്രയോഗം. അപ്പം കൽപ്പം കഴിയുവോളം, ഈ പ്രളയം വരുവോളം സാധുജനങ്ങളെ അഭിരക്ഷിച്ചുകൊണ്ട് നാരായണോ നരസഖ പരിപാഹി ഭൂമൻ, നരസഖനായി അവതരിച്ച നാരായണൻ. അപ്പൊ ഈ ഏകവചന പറഞ്ഞിരിക്കുന്നത്, ദ്വിവചനമല്ല. അപ്പൊ ഏകവചനം പറഞ്ഞ എങ്ങനെയാണിത് ഇതിന്റെ അർത്ഥത്തോട് ബന്ധപ്പെടുത്തിയതെന്നാണെങ്കിൽ ഒരൊറ്റ പ്രയോഗമാണ്, നരസഖ. നാരായണോ നരസഖ എന്ന് ഭാഗവതത്തിൽ പ്രയോഗമുണ്ട്, പക്ഷെ അതുപോലെ പ്രയോഗിച്ചു. നാരായണോ നരസഖ, നരസഖനായിട്ടുള്ള നാരായണൻ. അപ്പൊ നരൻ ഉണ്ടെന്ന് അർത്ഥം. സഖൻ എന്ന് വെച്ചാൽ ഒരുമിച്ച് വർത്തിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. സഖാവ് എന്ന് വെച്ചാൽ അപ്പൊ ഒരുമിച്ച് നരനോടുകൂടി ഒരുമിച്ച് വർത്തിക്കുന്നവൻ എന്ന നാരായണൻ. വാസ്തവത്തിൽ ഇത് ദ്വിവചനമാണ് സംസ്കൃതത്തിന്റെ കണക്കിൽ. അതിനു പകരം ശ്ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏകവചനത്തിലങ്ങോട്ട് ഒപ്പിച്ചു. നരസഖ എന്ന പ്രയോഗത്തിലൂടെ നാരായണൻ പ്ലസ് നരൻ എന്ന് അവിടെ കൊണ്ടുവന്നു ഭാവം. നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇപ്പോൾ ഓരോ ദിക്കുകളിലെ പരദേവതമാരോടും ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചത് എന്നെ പരിരക്ഷിക്കണേ എന്നാണ്. അത് തന്നെയാണ് ഇവിടെയും സമർപ്പിച്ചത്. നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. നരസഖനായി വർത്തിക്കുന്ന നാരായണ, മഹാത്മാവേ, ഭൂമൻ, എല്ലാ ദിക്കിലും നിറഞ്ഞവനെ, അങ്ങ് എന്നെയും പരിപാലനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ ഈ ഭാരത ഖണ്ഡത്തിന്റെ പ്രാധാന്യം ഈ ശ്ലോകത്തിലൂടെ ചില പ്രയോഗങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്നു. നാരായണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ നാരായണൻ എന്നുള്ള അർത്ഥത്തിൽ വരാലോ. പക്ഷെ അവിടെ നരസഖൻ എന്ന കൂട്ടത്തിൽ പറഞ്ഞത് നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ. മനുഷ്യന്റെ സഖാവായിട്ടുള്ള നാരായണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന്റെ വർത്തിത്വവും ഇവിടെ തന്നെ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ, അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഇത് നരനാരായണന്മാർ, നാരായണ മഹർഷിയോട് കൂടെ വർത്തിക്കുന്ന നരമഹർഷി. ശ്രീനാരദേന സഹഭാരത ഖണ്ഡമുഖ്യൈ, ഭാരതഖണ്ഡത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള ഭക്തന്മാരോട് കൂടെ ശ്രീനാരദൻ ത്വം സാഖ്യയോഗനുതിഭി സമുപാസ്യമാന, അങ്ങുപാസ്യമാനായി സാഖ്യയോഗ സ്തോത്രങ്ങളാൽ ആകൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി, ഈ പ്രളയാവസാനം വരെ സജ്ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് വർത്തിക്കുന്ന അവിടുന്ന് നാരായണോ നരസഖ പരിപാഹി ഭൂമൻ, അങ്ങനെയുള്ള നരസഖനായുള്ള നാരായണ എന്നെ രക്ഷിക്കണേ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.